കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ പോരാടിയ പുറത്തശ്ശേരി സ്വദേശി സുരേഷ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മത്സരിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലേക്കാണ് സുരേഷ് മത്സരിക്കുന്നത്. സുരേഷ് പോലീസിൽ നൽകിയ പരാതിയാണ് പിന്നീട് കേസിലേക്കും അറസ്റ്റിലേക്കൊക്കെ വഴിവെച്ചത്. സൂരജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നയിച്ച ആ അഴിമതി തുറന്നു കാട്ടുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പോരാട്ടം നയിച്ച MV സുരേഷ് കുമാർ ഇപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിലെ 33-ാം വാർഡിലേക്ക് മത്സരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കൂടി പോവാണ്. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒരു സാമ്പത്തിക അരാജകത്വമാണ്. കാരണം വെച്ചാൽ കരുവന്നൂർ ബാങ്കിൽ ഇരിങ്ങാലക്കുട നോർത്ത് ഭാഗവും ടൗൺ കോപ്പറേറ്റീവിൻ്റെ സൗത്ത് ഭാഗം ആൾക്കാർ പൈസ ഒക്കെ ബ്ലോക്ക് ചെയ്ത് കിടക്കണം. വളരെ ഒരു കഷ്ടതയാണെന്നാണ് ഇവിടുത്തെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് പണം കിട്ടുന്നതിനുള്ള പോരാട്ടങ്ങൾ നിയമപര പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PMLA കോട്ടത്തിൽ ഞങ്ങൾ ED പിടിച്ചെടുത്ത പൈസ ഒരു ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല, ബാങ്ക് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ട് ഏറ്റെടുക്കുന്നതിനും അതിന് നേരിട്ട് അവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് അഡ്വക്കേറ്റ് സർജാസ് അദ്ദേഹം വഴി ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട്. ആ പണം ഞങ്ങൾ സമീപിക്കുന്ന ആ ആൾക്കാരെ പണം ഞങ്ങൾ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ കരുവന്നൂരും സജീവ ചർച്ച തന്നെയാണ്. കരുവന്നൂർ സജീവ ചർച്ച തന്നെയാണ്. മാത്രമല്ല സമഗ്ര വികസനമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് LDF UDF മാറിയാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒപ്പം വീതി വെച്ചുകൊണ്ട് അവർ ഒന്നിച്ചുള്ള ഭരണം LDF UDF മാറിയല്ല ഒറ്റക്കക്ഷി ഭരണം പോലെ ഭരണം നടത്തിയത്. കണ്ടമാനം മുസ്ലിം കുടുംബങ്ങൾ, പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലെ കഷ്ടത അനുഭവിക്കുന്ന ഈ കുറേ വീടുകൾ ഈ ഭാഗത്തുണ്ട്. അവരൊക്കെ തന്നെ എന്തുകൊണ്ടാണ്, അതായത് അഴിമതിക്കെതിരെ പോരാട്ടം നയിച്ച ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? നമ്മളിത് സ്വന്തമല്ല, പാർട്ടി വിധേയപ്പെടണം. ഏതൊരു പാർട്ടി അംഗം പാർട്ടിക്ക് വിധേയപ്പെടണം. പാർട്ടി തീരുമാനിച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനം അംഗീകരിക്കുക എന്നുള്ള ഏതൊരു പാർട്ടി പ്രവർത്തനത്തിൻ്റെയും കടമ. BJP നിർദ്ദേശിച്ച് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് മത്സരിക്കുന്നു. പാർട്ടി നമ്മൾ ആവശ്യപ്പെട്ടു, അപ്പോൾ നമ്മൾ മത്സരിക്കുന്നു. അഭിഭാഷകനാണല്ലോ. ഈ കരുവന്നൂർ ഇവിടെ സജീവ ചർച്ചയാണോ? കരുവന്നൂർ തീർച്ചയായിട്ടും സജീവ ചർച്ച തന്നെയാണ്. കാരണം വെച്ചാൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഫണ്ട്, അതായത് അവർ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള കരുവന്നൂർ ബാങ്ക് അതിൻ്റെ ഭരണാധികാരികൾ കട്ടുമുടിച്ചതിൻ്റെ പേരിൽ, അത് തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ ജോലിയും അതുപോലെ തന്നെ ജീവിതമാർഗം നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അഴിമതിയുടെ കഥകൾ പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് നയിച്ച മുഖ്യ പരാതിക്കാരനാണിത്. അദ്ദേഹം ഇത്രയും നാൾ നിയമ പോരാട്ടമാണ് നയിച്ചതെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടി തയ്യാറായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. സജീവമായി തന്നെ കളം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.